വലിയ മനസ്സ് തൻ്റെ മകനോട് അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിനോട് തൻ്റെ സഹോദരനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഈ കുടുംബം ചെയ്തത്. വാക്കുകൾ കൊണ്ടൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഐസക് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കാലങ്ങൾ കടന്നു പോയാലും ഈ നാട്ടിൽ മനുഷ്യൻ്റെ മനസ്സിന്ന് മായില്ല. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ഹൃദയം, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ, അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ മറ്റൊരാളിൽ ജീവിക്കുന്ന കാലത്തോളമല്ല. അത് കഴിഞ്ഞും നമ്മൾ മാതൃകയാകുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യൻ ജാതിക്ക് വേണ്ടി, മതത്തിന് വേണ്ടി, പണത്തിന് വേണ്ടിയെല്ലാം പരക്കം പായുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ സ്നേഹം മാത്രം പകർന്നു നൽകിക്കൊണ്ടാണ് ഐസക് കടന്നുപോയത്. ഈ ആത്മാവിനോട് ഈ കുടുംബം ചെയ്ത ഏറ്റവും വലിയ നല്ല കാര്യം, ഈ ആത്മാവിന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിത്യശാന്തിയല്ല, അതിനപ്പുറത്ത് ദൈവം തൻ്റെ കൂടെ തൻ്റെ കൈയോട് നെഞ്ചോട് ചേർത്ത് ഐസക്കിൻ്റെ ആത്മാവിനെ പിടിക്കും എന്നൊരു സംശയമില്ല. വലിയൊരു വേർപാടിൽ പോലും വലിയൊരു മാതൃകയായി എന്നുള്ളത് ഈ നാടിന്, ഈ നാട്ടുകാർക്ക്, ബന്ധുജനങ്ങൾക്ക്, കേരളത്തെയും ലോകത്തെയും പോലും അത്ഭുതപ്പെടുത്തിയ വലിയ മനസ്സിൻ്റെ ഉടമയായി മാറി. തനിക്കൊരു അപകടം സംഭവിച്ചാൽ തൻ്റെ അവയവങ്ങൾ അനേകർക്ക് തുണയാകണമെന്ന് വീട്ടിലെ എല്ലാ അംഗങ്ങളോടും എന്നും പറയുമായിരുന്നു. ഞാൻ ആദ്യം ഇത് അറിഞ്ഞപ്പോൾ തന്നെ അന്വേഷിച്ചു, അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. പക്ഷേ എഴുതി വെക്കേണ്ടതില്ല. എല്ലാ കുടുംബാംഗങ്ങളോടും വീട്ടിലെപ്പോഴും സംസാരിക്കുമ്പോൾ തൻ്റെ ഒരു അപകടത്തിൽ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ജീവൻ നൽകണം, അവരുടെ കണ്ണുകളിലൂടെ എനിക്ക് കാണണം എന്ന് പറഞ്ഞ ആ വലിയ മനസ്സ്, ആ മനസ്സ് പറയുക മാത്രമല്ല, അത് യാഥാർത്ഥ്യമാവുകയും ചെയ്യുന്നു. വളരെ ചെറുപ്പത്തിൽ പറക്കമുറ്റാത്ത കുഞ്ഞിനെയും ഭാര്യയും ഉപേക്ഷിച്ച് പോകേണ്ടി വരുമ്പോൾ തൻ്റെ ജീവൻ മറ്റുള്ളവർക്ക് പകർന്നു നൽകിയ ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായിരുന്നു. 7 ജീവന് വെളിച്ചവും തണലും ആത്മാവുമായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ദൈവം ഈ ഒരു മഹത് വ്യക്തിയായ ഐസക്കിനെ മാറ്റി. നമ്മളെക്കാളൊക്കെ ഒരുപാട് ഉയരത്തിൽ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചുപോയവരെക്കാളൊക്കെ വലിയ ഉയരത്തിൽ ഒരു സ്ഥാനം മനുഷ്യൻ്റെ മനസ്സിൽ, കേരളത്തിലെ അല്ല ലോകത്തിലെ ജനങ്ങളുടെ മനസ്സ് നൽകി എന്നുള്ളത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ദൈവം അത്ര വലിയൊരു മഹത്വവൽക്കരണമാണ് ഈ ചെറുപ്പക്കാരന് നൽകിയത്. ഇത്രയും വലിയ മനസ്സുള്ള ഒരാൾ നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയാണ്. കാരണം ഇത്ര വലിയ ഈ ഐസക് ഒരു സുഹൃത്തായിരുന്നു, ജോമോനെ എന്നെല്ലാവരും. ആ ഐസക്കിൻ്റെ ഒരു മനസ്സ് ഇത്ര വലുതായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിതം ഇത്ര മഹത്തരമായിരുന്നു. അത് ദൈവം എത്രത്തോളം ഉയർത്തി എന്ന് നമ്മൾ ഓർക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അത്ഭുതമാണ്. ഞാൻ എൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യണമെന്ന് എൻ്റെ കുടുംബാംഗങ്ങൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും അങ്ങനെ ഒരു അപകടം സംഭവിച്ചാൽ, പക്ഷെ ഞാൻ പലരോടും പറയാറുണ്ട്, നിങ്ങൾ അവയവങ്ങൾ, ആരെങ്കിലും മരിച്ചു, ബ്രെയിൻ ഡെത്തായി, അവയവങ്ങൾ ദാനം ചെയ്യണമെന്നൊക്കെ പറയാറുണ്ട്. പറയുമ്പോൾ നഴ്സിംഗ് ജോലി ചെയ്യുന്നവർ, മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർ പോലും മക്കൾ അമ്മയുടെയോ അച്ഛൻ്റെയോ ഒരു അവയവം ദാനം ചെയ്യാൻ തയ്യാറായിട്ടില്ല. അവർ അതിനെ സംസ്കരിക്കാൻ